ഇതുപോലൊരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ്. അത്രമാത്രം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. 2016 മുതൽ 19 വരെ ഇതിന്റെ നമ്മുടെയൊക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് കിടക്കുമല്ലോ 10,000 രൂപ, നമ്മൾ ഈ പെറ്റിയടിക്കുക അല്ലെ ചാർജ് മേടിക്കാതിരിക്കാൻ. അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ്. 10 കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. കേരളം ഭരിക്കുന്ന സഖാക്കളുടെ നേതാവായ, പാവപ്പെട്ടവന്റെ നേതാവായ, സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ ആണിത്. ഇത് നിഷേധിക്കട്ടെ, തെളിയിക്കാം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം പൈസ ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു ആവറേജ് ജീവിതം നയിക്കുന്ന തൊഴിലാളി നേതാവിന് വിദേശത്തും സ്വദേശത്തും ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ടാകും, സ്വാഭാവികം. വീണ വിജയന്റെ വിദേശത്തെ കമ്പനിയുടെ അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാട് നടന്നെന്ന് ഷോൺ ജോർജ്. എന്തുവാടേ ഇത്? ആകപ്പാടുള്ള നക്കാപ്പിച്ച പെൻഷൻ കാശിന്റെ കണക്ക് എത്ര നാളുണ്ട് പറയുക. ഒന്ന് കറങ്ങാൻ ഗൾഫിലൊക്കെ പോകാമെന്ന് കരുതി ഇനി എന്തൊക്കെ കഥകൾ കേൾക്കേണ്ടി വരുമെന്ന് മുഖ്യനും. ബാലനും ഗോവിന്ദനും ഇൻഡിഗോ ചിറ്റപ്പനും വിശ്രമ നാളുകളേകിക്കൊണ്ട് സൂര്യപുത്രിക്കായി ഇത്തവണ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് സ്വന്തം ഐസക്കച്ചായനാണ്. അങ്ങ് ദുബായിലുള്ളത് വീണയുടെ കമ്പനി അല്ലെന്ന് പറഞ്ഞാണ് വീണയ്ക്ക് രക്ഷകനായി ഇത്തവണ ഐസക്കച്ചായന്റെ എൻട്രി. പക്ഷെ ഈ പറഞ്ഞ എസ്ലോജിക് കമ്പനി എന്ന് പറയുന്നതും ഇവിടുത്തെ കമ്പനിയായിട്ട് ആരും ബന്ധമില്ല. ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണല്ലോ യഥാർത്ഥത്തിൽ അവരിറക്കിയ വിസ്തീർണത്തിൽ അവർ വലിയ കമ്പനിയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ്. അതിനൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഉപകമ്പനിയായിട്ടൊക്കെ വിസ്തീരിക്കുന്നതിൻ്റെ പരിഹാസ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥർ എനിക്ക് തോന്നുന്നു മലയാളികളാണെന്ന്. ഏതായാലും അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ കേരളത്തിലെ ഈ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തെ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യനുമായി അടുത്ത കാലത്തായി അത്ര നല്ല സുഖത്തിലല്ല. മാത്രമല്ല, ആലപ്പുഴയിലെ പല പ്രമുഖ നേതാക്കളെ മുഖ്യൻ നൈസിന് ഒഴിവാക്കുന്നത് അച്ചായന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ നിന്നും തന്നെ അങ്ങ് ഒഴിവാക്കാനും മകളെ സപ്പോർട്ട് ചെയ്ത് നൈസിന് മുഖ്യന്റെ പെറ്റാകാനുമാണ് ഇതുവഴി അച്ചായന്റെ ഉദ്ദേശമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. അങ്ങ് ദുബായിലെ കമ്പനിയുടെ പോയിട്ട് ഇങ്ങ് ബാംഗ്ലൂരിലെ സ്വന്തം കമ്പനിയെ പറ്റി വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരക്ഷരം കമാന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ സൂര്യപുത്രി. നാട്ടിലുള്ള വകുപ്പുകളെല്ലാം ഓടി നടന്ന് നോക്കുന്ന തിരക്കിനിടയിൽ ഭാര്യയ്ക്കായി ഒരു വാക്ക് പോലും മരുമകനും പറഞ്ഞു കേട്ടില്ല. സ്വപ്ന വരെ വന്ന് ഊഞ്ഞാലാട്ടിയിട്ടും ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാൻ മുഖ്യനും മുതിർന്നിട്ടില്ല. ഷോണിന്റെ മാസപ്പടി വിവാദം ഹൈക്കോടതി തള്ളിയ സന്തോഷത്തിലാണ് വീണ. പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്ഥിരം രക്ഷകരെ തോൽപ്പിച്ച് മുന്നിൽ നിന്ന് സൂര്യപുത്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോ നൈസിന് മസാല ബോണ്ടും അങ്ങ് മായ്ച്ചു കളയാമെന്ന ദുരുദ്ദേശമൊന്നും തോമസ് അച്ചായനില്ല കേട്ടോ. കുടുംബക്കാർ ആരും മിണ്ടിയില്ലെങ്കിലും CPM-ന്റെ സൈബർ പോരാളികൾ ക്യാപ്സൂളുമായി ഇറങ്ങാറുള്ളതാണ് വീണേച്ചിക്കുള്ള ആകെ ആശ്വാസം. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് രക്ഷകനായി എത്തിയ അച്ചായനാണ് CPM സൈബർ ഗ്രൂപ്പുകളിലെ സ്റ്റാർ ഓഫ് ദി ഡേ. സ്റ്റാർ ഓഫ് ദി ഡേ ആയി ഇങ്ങ് കേരളത്തിൽ അച്ചായൻ തിളങ്ങിയപ്പോ എന്റെ തല എന്റെ മുഖം, അത് മാത്രമേ ടിവിയിലും പത്രത്തിലും അറ്റ്ലീസ്റ്റ് ഇലക്ഷൻ കഴിയുന്നത് വരെയെങ്കിലും കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് വിവേകാനന്ദ പറയിൽ തപസ്സിരിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ മോദിജി. മിക്കവാറും ഇനി വിവേകാനന്ദനെ അങ്ങ് ഫേമസ് ആക്കാനായിരിക്കും. കാരണം ഗാന്ധി സിനിമ ഇറങ്ങിയ ശേഷമാണത്രേ ഗാന്ധിജിയെ ലോകം അറിഞ്ഞത്. എന്തായാലും തന്നെ എത്ര കണ്ട് അറിയണ്ടെന്ന് കരുതിയതായിരിക്കും ചിലപ്പോ ഗുജറാത്ത് കലാപത്തിന്റെ BBC ഡോക്യുമെന്ററി അങ്ങ് നിരോധിച്ചു കളഞ്ഞത്. എന്തായാലും ഗാന്ധി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ 42 വർഷം തികഞ്ഞു. ഈ ആർക്കും അറിയാത്ത ഗാന്ധി പ്രതിമ ലോകത്ത് 70ഓളം രാജ്യങ്ങളിലുണ്ട്. പിന്നെ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും എല്ലാവർക്കും അറിയും. അതുപോലെ ഗാന്ധി അറിയില്ല എന്ന സ്റ്റേറ്റ്മെന്റ് അതിന് നൽകാനുള്ള ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2ാം പകുതിയിൽ വിജയത്തിലെത്തിയ 2 സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളാണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരവും അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റും. ഈ 2 സമരങ്ങളുടെയും പ്രചോദനം ഗാന്ധി ആയിരുന്നു എന്നാണ് നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും പറഞ്ഞിട്ടുള്ളത്. അതായത് അവരുടെ റെഫറൻസ് ഗാന്ധിജി ആയിരുന്നു എന്ന്. ആ ഗാന്ധിജിയാണോ ഫിലിമിലൂടെയാണ് ലോകം അറിഞ്ഞതെന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള മണ്ടൻ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഫേസ് ഓഫ് ദ ഡേ ആയിരിക്കാനുള്ള ട്രിക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും ചിന്തിക്കാറുണ്ട് സാർ. പൊതുജനം കഴുതയല്ല സാർ.